Learn Easy Online Education. ഹായ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ ഹർഷിത. നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന യൂണിറ്റ് MSO004 യൂണിറ്റ് നമ്പർ 3 ആണ്. വില്ലേജ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ എന്നാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്. ഇന്ത്യൻ ഗ്രാമങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം. സാമൂഹ്യശാസ്ത്രത്തിലും ആന്ത്രപ്പോളജിയിലൊക്കെ ഇന്ത്യൻ ഗ്രാമങ്ങളെ കുറിച്ചിട്ടുള്ള പഠനത്തെക്കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ നമുക്കതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ദ കോണ്ടെക്സ്റ്റ്, field and the field work, perceived significance of the village, general features of the village, social structure of the village, caste, class and gender, field view and the field work, conclusion. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുന്നത് കേട്ടോ. സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. യൂണിറ്റ് 3 വില്ലേജ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ 3.1 ഫസ്റ്റ് വൺ ഇൻട്രഡക്ഷൻ ആണ് കേട്ടോ. In modern times, India often imagined through the idea of the village. The village is seen as the true symbol of Indian life, where people can observe the real India. It helps in understanding how local people live, interact and follow their beliefs. ആധുനിക കാലത്ത് ഗ്രാമം എന്ന ആശയത്തിലൂടെയാണ് ഇന്ത്യയെ പലപ്പോഴും സങ്കല്പിക്കുന്നത്. ഇന്ത്യ എന്നത് ഗ്രാമം എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ഗ്രാമം എന്നാണ് സങ്കല്പിച്ചിരുന്നത്. ഗ്രാമം ഇന്ത്യൻ ജീവിതത്തിന്റെ യഥാർത്ഥ പ്രതീകമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഗ്രാമം എന്നത് എന്താണ്? ഇന്ത്യ എന്ന ഒരു ജീവിത യാഥാർത്ഥ്യമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഗ്രാമം, ഇന്ത്യ എന്നാൽ അതൊരു ഗ്രാമമാണ് എന്ന രീതിയിലായിരുന്നു അന്ന് കണക്കാക്കപ്പെട്ടിരുന്നത്. അവിടെ ആളുകൾക്ക് യഥാർത്ഥ ഇന്ത്യയെ നിരീക്ഷിക്കാൻ കഴിയും. പ്രാദേശിക ആളുകൾ എങ്ങനെ ജീവിക്കുന്നു, ഇടപഴകുന്നു, അവരുടെ വിശ്വാസങ്ങൾ പിന്തുടരുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. കാരണം അന്നത്തെ കാലത്ത് ഗ്രാമങ്ങളായിരുന്നു ഇന്ത്യയിൽ കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഗ്രാമങ്ങളെ കുറിച്ച് പഠിക്കുന്നത് ഇന്ത്യയെ കുറിച്ച് പഠിക്കുന്നത് പോലെ ആയിരുന്നു. എ വില്ലേജ് ഇസ് നോട്ട് ജസ്റ്റ് എ പ്ലേസ് ടു ലിവ്. It reflects the core value of Indian civilization. In the 20th century, Indian village communities were seen as examples of traditional society. ഒരു ഗ്രാമം എന്നത് ജീവിക്കാനുള്ള സ്ഥലം മാത്രമല്ല, ഇത് ഇന്ത്യൻ നാഗരികതയുടെയും അടിസ്ഥാന മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നായിരുന്നു. 20ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ഗ്രാമ സമൂഹങ്ങൾ പരമ്പരാഗത സമൂഹത്തിന്റെ ഉദാഹരണങ്ങളായിട്ട് കാണപ്പെട്ടു. This unit gives an overview of how sociologists and anthropologists have studied villages in India. It covers their methods, key questions and critical review of village studies. സാമൂഹ്യശാസ്ത്രജ്ഞരും നരവംശാസ്ത്രജ്ഞരും ഇന്ത്യയിലെ ഗ്രാമങ്ങളെ എങ്ങനെ പഠിച്ചുവെന്നതിന്റെ ഒരു അവലോകനം ഈ ഒരു യൂണിറ്റ് നൽകുന്നുണ്ട്. അവരുടെ രീതികൾ, പ്രധാന ചോദ്യങ്ങൾ, ഗ്രാമീണ പഠനങ്ങളുടെ വിമർശനാത്മകമായിട്ടുള്ള അവലോകനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്, ഈ ഒരു യൂണിറ്റിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയുന്നത്. നമ്മുടെ ഈ മൊത്തം ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മളിപ്പോൾ നോക്കിയത്. ഓക്കെ, അടുത്ത നമ്മുടെ മെയിൻ ഹെഡിങ് 3.2 ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഡ്യൂറിംഗ് ബ്രിട്ടീഷ് റൂൾ, ഒഫീഷ്യൽസ് ക്രിയേറ്റഡ് എ ഫിക്സ്ഡ് ഇമാജിൻ ഓഫ് ഇന്ത്യൻ വില്ലേജസ്. ചാൾസ് മെറ്റ്ക്ലാഫ് called them little republics, self-sufficient and unchanged despite political changes. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉദ്യോഗസ്ഥർ ഇന്ത്യൻ ഗ്രാമങ്ങളുടെ ഒരു നിശ്ചിത ചിത്രം സൃഷ്ടിച്ചു. ചാൾസ് മെറ്റ്കാൾഫ് അവരെ ചെറിയ റിപ്പബ്ലിക്കുകൾ എന്ന് വിളിച്ചു. സ്വയം പര്യാപ്തവും രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായിട്ടും മാറ്റമില്ല. സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു ഗ്രാമങ്ങളായിരുന്നു അന്ന് ഓരോ ഗ്രാമങ്ങളും സ്വയം പര്യാപ്തമായിരുന്നു എന്നാണ് പറയുന്നത്. അതിനെ ഒരു ചെറിയ റിപ്പബ്ലിക് എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. Many accepted this idea, even though not all British officials agreed. Villages were seen as simple, isolated and ruled by elders with the shared land and strong social ties. എല്ലാ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും സമ്മതിച്ചില്ലെങ്കിലും പലരും ഈ ഒരു ആശയത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ഗ്രാമങ്ങൾ ലളിതവും ഒറ്റപ്പെട്ടതും മുതിർന്നവരുടെ ഭരിക്കുന്നവരുടെയും പങ്കിട്ട ഭൂമിയും ശക്തമായ സാമൂഹിക ബന്ധമുള്ളതായിട്ടാണ് കാണപ്പെട്ടിരുന്നത്. ഇന്ത്യൻ നാഷണലിസ്റ്റ് ഓൾസോ സോ വില്ലേജസ് ആസ് സിംബൽസ് ഓഫ് ട്രൂ ഇന്ത്യൻ ലൈഫ്. ഗാന്ധി ബിലീവഡ് ബ്രിട്ടീഷ് റൂൾ ഹാഡ് ruined them and so village rebuilding as key to India's recovery. After independence, village remained importance in India identity.
ഇന്ത്യൻ ദേശീയവാദികളും ഗ്രാമങ്ങളെ യഥാർത്ഥ ഇന്ത്യൻ ജീവിതത്തിന്റെ പ്രതീകങ്ങളായിട്ടാണ് കണ്ടത്. ബ്രിട്ടീഷ് ഭരണം തങ്ങളെ നശിപ്പിച്ചെന്ന് ഗാന്ധി വിശ്വസിച്ചു. ഗ്രാമത്തിന്റെ പുനർനിർമ്മാണം ഇന്ത്യയുടെ വീണ്ടെടുപ്പിന്റെ താക്കോലായിട്ടാണ് അദ്ദേഹം കണ്ടത്. സ്വാതന്ത്ര്യത്തിനു ശേഷം ഗ്രാമങ്ങൾ ഇന്ത്യയുടെ സ്വത്വത്തിന് പ്രധാനമായിട്ട് തുടർന്നു. ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷവും ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷവും ഗ്രാമങ്ങൾ രൂപീകരിക്കുന്നതിലും കർഷകപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയാണ് ഇന്ത്യ മുൻതൂക്കം കൊടുത്തതെന്നാണ് പറയുന്നത്. In the 1950s and 60s, sociologists and anthropologists studied villages closely. Their research helped make sociology respected in India. They focused on real life studies, replacing earlier view based only on Hindu scriptures. 1950കളിലും 60കളിലും സാമൂഹ്യശാസ്ത്രജ്ഞരും നരവംശാസ്ത്രജ്ഞരും ഗ്രാമങ്ങളെ സൂക്ഷ്മമായിട്ട് പഠിച്ചു. അവരുടെ ഗവേഷണം ഇന്ത്യയിൽ സാമൂഹ്യശാസ്ത്രത്തെ ബഹുമാനിക്കാൻ സഹായിച്ചു. ഹിന്ദു ഗ്രന്ഥങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ള മുൻകാല വീക്ഷണങ്ങൾ മാറ്റി അവർ യഥാർത്ഥ ജീവിത പഠനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്തത്. ആദ്യകാലങ്ങളിൽ ഇന്ത്യയെക്കുറിച്ച് പഠിച്ചിരുന്നത് ഹിന്ദു ഗ്രന്ഥങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു. അതില് മുൻകാലങ്ങളെ കുറിച്ചും വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ വ്യക്തമാക്കുന്നുണ്ട്. ആ ഒരു പുസ്തകം നോക്കിയിട്ടാണ്, ഹിന്ദു ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടായിരുന്നു ശാസ്ത്രജ്ഞന്മാര് പഠിച്ചിരുന്നത്. പിന്നീട് ആ രീതികളൊക്കെ മാറി എന്ത് ചെയ്തു, അവർ യഥാർത്ഥ ജീവിതത്തിലോട്ട് ഇറങ്ങി ചെന്നിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കി. അടുത്ത് നമ്മുടെ മെയിൻ ഹെഡിങ് 3.3 ദ കോണ്ടെക്സ്റ്റ്. In the 1950s and 1960s, social anthropology became deeply involved in studying Indian villages. This interest grew from the global focus on peasants and rural life after colonial rule. 1950കളിലും 60കളിലും ഇന്ത്യൻ ഗ്രാമങ്ങളെ പഠിക്കുന്നതിൽ സാമൂഹിക നരവംശാസ്ത്രം ആഴത്തിൽ ഉൾപ്പെട്ടിരുന്നു. കൊളോണിയൽ ഭരണത്തിന്റെ ശേഷം കർഷകരിലും ഗ്രാമീണ ജീവിതത്തിലും ആഗോള ശ്രദ്ധ കേന്ദ്രീകരിച്ചതിൽ നിന്നാണ് ഈ ഒരു താല്പര്യം വളർന്നു വന്നത്. Many newly independent countries, including India, depended on agriculture, which was seen as backward and in need of modernization. Governments aimed to develop rural economies, making villages an important subject of study. ഇന്ത്യ ഉൾപ്പെടെയുള്ള പുതുതായി സ്വതന്ത്രമായിട്ടുള്ള പല രാജ്യങ്ങളും കൃഷി ആശ്രയിച്ചാണ് പിന്നീട് അങ്ങോട്ട് ജീവിതമാർഗങ്ങൾ. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ടെക്നോളജികളിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വീണ്ടും കൃഷിയിലേക്ക് തന്നെയാണ് തിരിഞ്ഞത്. അത് പിന്നോക്കവും ആധുനികവൽക്കരണത്തിന്റെ ആവശ്യകതയും കാണപ്പെട്ടു. അത് നമ്മുടെ രാജ്യത്തെ പിന്നോട്ട് വലിക്കുകയാണ് ചെയ്തത്. വികസനങ്ങളൊന്നും കൊണ്ടുവരാതെ പിന്നോട്ട് വലിക്കുകയാണ് ചെയ്തത്. പിന്നീട് അപ്പോൾ അവിടെ ഒരു ആധുനികവൽക്കരണത്തിന്റെ ആവശ്യകത ആവശ്യമായിട്ട് വന്നു. ഗ്രാമങ്ങളെ ഒരു പ്രധാന പഠന വിഷയമാക്കി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗവൺമെന്റുകളും എന്ത് ചെയ്തത് അന്ന് ആദ്യ ദിനങ്ങളിലും പ്രവർത്തിച്ചത്. Anthropologists saw villages as the foundation of peasant economics, linking in Indian village studies to global peasant studies. Robert Redfield's idea of the little community became popular in the studies. ഇന്ത്യൻ ഗ്രാമ പഠനങ്ങളെ ആഗോള കർഷക പഠനങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് നരവംശാസ്ത്രജ്ഞർ ഗ്രാമങ്ങളെ കർഷക സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയായിട്ട് കണ്ടു. റോബർട്ട് റെഡ്ഫീൽഡിന്റെ ചെറിയ സമൂഹം എന്ന ആശയം ഈ പഠനങ്ങളിൽ ജനപ്രിയമാക്കി. Many early village studies were published in 1950s, including Village India by M. Marriott, India's Village by M.N. Srinivas, and Indian Village by S.C. Dube. These works were based on field research, often by Western trained scholars. 1950കളിൽ M. Marriottന്റെ വില്ലേജ് ഇന്ത്യയും M.N. ശ്രീനിവാസൻ എഴുതിയ ഇന്ത്യൻ വില്ലേജും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഗ്രാമങ്ങളും ഉൾപ്പെടെയുള്ള നിരവധി ആദ്യകാല ഗ്രാമ പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശ്രീനിവാസ്, ഇന്ത്യൻ വില്ലേജ്, SC ഈ കൃതികൾ ഫീൽഡ് ഗവേഷണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. പലപ്പോഴും പാശ്ചാത്യ പരിശീലനം ലഭിച്ച പണ്ഡിതന്മാരായിരുന്നു ഇവയെല്ലാം. മഹാത്മാഗാന്ധി believed true freedom required people to live in villages, embracing Mahatma Gandhi believed true freedom required people to live in village, embracing simplicity and non-violence. Jawaharlal Nehru, however, saw villages as backward and believed progress needed a more modern approach. ലാളിത്യവും അഹിംസയും ഉൾക്കൊണ്ട് ഗ്രാമങ്ങളിൽ ജീവിക്കാൻ ജനങ്ങൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ആവശ്യമാണെന്ന് മഹാത്മാഗാന്ധി വിശ്വസിച്ചു. എന്നിരുന്നാൽ പോലും ജവഹർലാൽ നെഹ്റു ഗ്രാമങ്ങളെ പിന്നോക്ക അവസ്ഥയിലോട്ടാക്കി. പുരോഗതിക്ക് കൂടുതൽ ആധുനികമായ സമീപനം ആവശ്യമാണെന്ന് അദ്ദേഹം
വിശ്വസിച്ചു. In the 1960s and 70s, village studies expanded, attracting scholars from political science, history, and economic, while early studies gave a broad view of rural life. Later research focused on specific topics like caste, kinship, and religion. 1960-കളിലും 70-കളിലും ഗ്രാമപഠനം വികസിച്ചു. രാഷ്ട്രീയ ശാസ്ത്രം, ചരിത്രം, സാമ്പത്തിക ശാസ്ത്രം എന്നിവയിൽ നിന്നുള്ള പണ്ഡിതന്മാരെ ഇത് ആകർഷിച്ചു. ആദ്യകാല പഠനങ്ങൾ ഗ്രാമീണ ജീവിതത്തിലെ വിശാലമായ കാഴ്ചപ്പാട് നൽകിയപ്പോൾ പിന്നീട് ഗവേഷണം ജാതി, ബന്ധുത്വം, മതം തുടങ്ങിയ പ്രത്യേക വിഷയങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കോണ്ടെക്സ്റ്റില് നമ്മൾ പറയുന്നത്. ആ ഒരു സന്ദർഭമാണ് നമ്മുടെ രാജ്യത്ത് സോഷ്യോളജി തുടങ്ങിയ ആ ഒരു സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് കേട്ടോ. അടുത്ത നമ്മുടെ മെയിൻ ഹെഡിങ് 3.4 ഫീൽഡ് ആൻഡ് ദ ഫീൽഡ് വർക്ക്. Anthropologists usually use a medium-sized village for the research. They lived there for 1-2 years, closely observing daily life. Their goal was to create a complete picture of the village social and cultural life. നരവംശ ശാസ്ത്രജ്ഞർ സാധാരണയായിട്ട് അവരുടെ ഗവേഷണത്തിനായി ഒരു ഇടത്തരം ഗ്രാമം തിരഞ്ഞെടുക്കുന്നു. ചെറുതുമല്ല എന്നാൽ വലുതുമല്ല എന്നുള്ള ഒരു ലെവലിലുള്ള ഗ്രാമം തിരഞ്ഞെടുക്കുന്നു. അവർ 1-2 വർഷം അവിടെ താമസിച്ചു ദൈനംദിന ജീവിതത്തെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു ഗ്രാമത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ജീവിതത്തിന്റെ പൂർണ്ണമായ ചിത്രം സൃഷ്ടിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. The key features of these studies was fieldwork using the participant observation method. This method, developed in Western anthropology, helped researchers understand society from the villagers' perspective. പങ്കാളിത്ത നിരീക്ഷണ രീതി, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, ഈ രീതി ഉപയോഗിച്ചിട്ടുള്ള ഫീൽഡ് വർക്കായിരുന്നു ഈ പഠനങ്ങളുടെ പ്രധാന സവിശേഷത. പാശ്ചാത്യ നരവംശാസ്ത്രത്തിൽ വികസിപ്പിച്ച ഈ രീതി ഗ്രാമീണങ്ങളുടെ വീക്ഷണകോണിൽ നിന്ന് സമൂഹത്തെ മനസ്സിലാക്കാൻ ഗവേഷകരെ സഹായിച്ചു. അവരുടെ കൂടെ ജീവിച്ച് അവരോടൊപ്പം ജീവിച്ച് എന്ത് ചെയ്യുക, അവരെ മനസ്സിലാക്കുക. ദിസ് അപ്രോച്ച് ലിങ്കഡ് earlier tribal studies with village studies. Intensive fieldwork first established by Malinowski and his students in their 1920s and 1940s became a standard method worldwide by the 1950s. ഈ സമീപനം മുൻകാല ആദിവാസി പഠനങ്ങളെ ഗ്രാമപഠനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി. 1920-40കളിൽ മാലിനോസ്കി അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളുടെ ആദ്യമായി സ്ഥാപിച്ച തീവ്രമായ ഫീൽഡ് വർക്ക് 1950കളുടെ ലോകമെമ്പാടും ഒരു സാധാരണ രീതിയായിട്ട് മാറി. ആദ്യം തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ഫീൽഡ് വർക്ക് പിന്നീട് അതെന്തായി ഒരു സാധാരണ രീതിയായിട്ട് മാറി എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത നമ്മുടെ മെയിൻ ഹെഡിങ് 3.5 പെർസീവ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ വില്ലേജ്. ആഫ്റ്റർ വേൾഡ് വാർ II, സോഷ്യൽ ആന്ത്രപ്പോളജി became important. പെർസീവ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ വില്ലേജ്. ഈ ഒരു ഭാഗത്ത് പറയുന്നത് ഗ്രാമത്തിന്റെ പ്രസക്തിയാണ് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻസ്, അതിന്റെ ഒരു പ്രസക്തിയെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. പെർസീവ് ട്ടോ. ആഫ്റ്റർ വേൾഡ് വാർ II, സോഷ്യൽ ആന്ത്രപ്പോളജി became important for studying villages. Many village studies were done as part of government project to help rural areas. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ശേഷം ഗ്രാമങ്ങളെ പഠിക്കുന്നതിന് സാമൂഹിക നരവംശാസ്ത്രത്തിൽ ഒരു പ്രധാന ഭാഗമായി ഗ്രാമീണ മേഖലകളെ സഹായിക്കുന്നതിനുള്ള സർക്കാർ പദ്ധതികളുടെ ഭാഗമായിട്ട് നിരവധി ഗ്രാമ പഠനങ്ങൾ അന്ന് നടത്തി. റിസർച്ചേഴ്സ് ലൈക്ക് ഡ്യൂബ്, മജുംദാർ ആൻഡ് ലേവി സ്റ്റഡീസ് പ്രോബ്ലംസ് ലൈക്ക് ഹൗസിംഗ്, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്. അൺലൈക്ക് എക്കണോമിസ്റ്റ്, anthropologists focused on village culture and how people's lives were connected. ട്യൂബ്, മജുംദാർ, ലൂയിസ് തുടങ്ങിയ ഗവേഷകർ പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചു. സാമ്പത്തിക വിദഗ്ധരിൽ നിന്ന് വ്യത്യസ്തമായി നരവംശ ശാസ്ത്രജ്ഞർ ഗ്രാമ സംസ്കാരത്തിലും ആളുകളുടെ ജീവിതം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. Anthropologists believed their research was better than economists because they studied the whole community, not just numbers. They said economists and planners treated people like objects, ignoring their real lives and abilities. നരവംശ ശാസ്ത്രജ്ഞർ തങ്ങളുടെ ഗവേഷണം സാമ്പത്തിക വിദഗ്ധരെക്കാൾ മികച്ചതാണെന്ന് വിശ്വസിച്ചു. കാരണം അവർ സംഖ്യകളെ മാത്രമല്ല മുഴുവൻ സമൂഹത്തെയും കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്. സാമ്പത്തിക വിദഗ്ധരും ആസൂത്രകരും ആളുകളെ വസ്തുക്കളെ പോലെയാണ് കണക്കാക്കിയതെന്നും അവരുടെ യഥാർത്ഥ ജീവിതത്തെ കഴിവുകളെയും അവർ അവഗണിച്ചു എന്നും പറയുന്നു.
അതായത് നരവംശ ശാസ്ത്രജ്ഞർ തങ്ങളുടെ ഗവേഷണം സാമ്പത്തിക വിദഗ്ധരേക്കാൾ എന്തുകൊണ്ടും പ്രസക്തിയുള്ളതാണെന്നാണ് ഇവിടെ പറയുന്നത്. സം ലൈക്ക് ശ്രീനിവാസ് തോട്ട് ആന്ത്രോപോളജിസ്റ്റ് ഷുഡ് നോട്ട് മേക്ക് ഗവൺമെന്റ് പോളിസീസ് ബട്ട് ഓൺലി ഗിവ് അഡ്വൈസ്. ശ്രീനിവാസിനെ പോലുള്ള ചില നരവംശ ശാസ്ത്രജ്ഞർ സർക്കാർ നയങ്ങൾ ഉണ്ടാക്കരുത്, ഉപദേശം മാത്രം നൽകണമെന്ന് കരുതി. നരവംശ ശാസ്ത്രജ്ഞർ എന്താണ്, സർക്കാർ നയങ്ങൾ ഉണ്ടാക്കരുത്, പക്ഷെ അവർ ഉപദേശം നൽകണമെന്നാണ് കരുതിയത്. വില്ലേജസ് were seen as small version of India showing its history and traditions. Anthropologists thought villages were the best places to study how societies was changing in the 1950s and 1960s. They felt it was urgent to record village life before it disappeared forever. ഗ്രാമങ്ങൾ ഇന്ത്യയുടെ ഒരു ചെറിയ പതിപ്പായിട്ടാണ് കണക്കാക്കപ്പെട്ടത്. അതിന്റെ ചരിത്രവും പാരമ്പര്യവും അത് തുറന്നു കാണിക്കുന്നുണ്ട്. സമൂഹം എങ്ങനെ മാറുന്നു എന്ന് പഠിക്കാൻ ഗ്രാമങ്ങളാണ് ഏറ്റവും നല്ല സ്ഥലമെന്ന് നരവംശ ശാസ്ത്രജ്ഞർ കരുതി. 1950-60കളിൽ ഗ്രാമജീവിതം എന്നേക്കുമായി അപ്രത്യക്ഷമാകുന്നതിന് മുൻപ് അത് രേഖപ്പെടുത്തേണ്ടത് അടിയന്തിരമാണെന്ന് അവർക്ക് തോന്നി. ഒരു കാലത്ത് ഈ ഗ്രാമജീവിതങ്ങളെല്ലാം ഉണ്ടാവില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി വികസനങ്ങൾ സംഭവിക്കുമ്പോൾ. അതിനു മുന്നേ ഇതൊക്കെ രേഖപ്പെടുത്തേണ്ടത് പ്രസക്തമാണെന്ന് ഈ ഗ്രാമ സമൂഹം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ടെന്നും അവർ മനസ്സിലാക്കുകയും അവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അടുത്ത നമ്മുടെ മെയിൻ ഹെഡിങ് 3.6 ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ദ വില്ലേജ്. ഇന്ത്യൻ വില്ലേജസ് ഫീച്ചേഴ്സ് ആണ് കേട്ടോ. വില്ലേജസിന്റെ ജനറൽ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ വില്ലേജസ് വെർ എ വെരി ഡൈവേഴ്സ് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. ഈച്ച് വില്ലേജ് ഹാഡ് ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് റിലേഷൻഷിപ്പ് ഈവൻ വിത്തിൻ വൺ റീജിയൻ വില്ലേജ് വെർ നോട്ട് ഓൾ ദ സെയിം. ഇന്ത്യൻ ഗ്രാമങ്ങൾ അകത്തും പുറത്തും വളരെ വൈവിധ്യപൂർവ്വമായിരുന്നു. ഓരോ ഗ്രാമത്തിലും വ്യത്യസ്ത സാമൂഹിക ഗ്രൂപ്പുകളും ബന്ധങ്ങളും ഉണ്ടായിരുന്നു. ഒരു പ്രദേശത്തിനുള്ളിൽ പോലും ഗ്രാമങ്ങൾ ഒരുപോലെ ആയിരുന്നില്ല. പല ഗ്രാമങ്ങളും അവരുടേതായ രീതിയിൽ യുണീക്ക് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഗ്രാമങ്ങൾ പൂർണ്ണമായും unlike the old beliefs that villages were completely self-sufficient, studies showed that were always connected to the outside world. Betteley and Srinivas argued that villages depends on larger systems, not just themselves. ഗ്രാമങ്ങൾ പൂർണ്ണമായും സ്വയം പര്യാപ്തമാണെന്ന പഴയ വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഠനങ്ങൾ കാണിക്കുന്നത് അവ എല്ലായ്പ്പോഴും പുറം ലോകവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. ഗ്രാമങ്ങൾ തങ്ങളെ മാത്രമല്ല വലിയ സംവിധാനങ്ങളെയാണ് ആശ്രയിക്കുന്നതെന്ന് ബെറ്റയിലും ശ്രീനിവാസും വാദിച്ചു. ആദ്യകാലങ്ങളിൽ സ്വയം പര്യാപ്തമാണ് ഗ്രാമങ്ങൾ എന്നാണ് പറഞ്ഞത്. പക്ഷെ അവർക്ക് പുറം ലോകവുമായിട്ട് ബന്ധമുണ്ട്, പുറം ലോകത്തെ ആശ്രയിക്കുന്നുണ്ടെന്നാണ് പിന്നീട് അവർ കണ്ടെത്തിയത്. ഈവൻ ദോ village had links outside, anthropologists focused on their internal unity. The village was important for people's identity. Srinivas said villagers felt strong pride in their village just like they did for their family. ഗ്രാമങ്ങൾക്ക് പുറത്ത് ബന്ധമുണ്ടെങ്കിലും നരവംശ ശാസ്ത്രജ്ഞർ അവരുടെ ആന്തരിക ഐക്യത്തിൽ അവരുടെ ആന്തരികമായിട്ടുള്ള ഐക്യത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ആളുകളുടെ ഐഡന്റിറ്റിക്ക് ഗ്രാമം പ്രധാനമായിരുന്നു. ഗ്രാമവാസികൾക്ക് അവരുടെ കുടുംബത്തിന് വേണ്ടി തോന്നുന്നത് പോലെ തങ്ങളുടെ ഗ്രാമത്തിൽ ശക്തമായ അഭിമാനം തോന്നിയെന്ന് ശ്രീനിവാസ് പറഞ്ഞു. ഓരോ ഗ്രാമത്തിനും ഉള്ളവർക്കും ഓരോ തരത്തിലുള്ള ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. അവരുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞത് അവരുടെ ഗ്രാമം തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. ഡ്യൂബ് ഓൾസോ അഗ്രീഡ് ദാറ്റ് ഡിസ്പൈറ്റ് ഡിഫറൻസ് ഇൻ കാസ്റ്റ് ആൻഡ് ക്ലാസ് villages had common traditions and shared way of life. People in a village were tied together by economic, social and ritual duties. ജാതിയിലും വർഗത്തിലും ഇതിലൊക്കെ നമ്മൾ എന്താണ് നമ്മുടെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത് കേട്ടോ. ജാതിയിലും വർഗത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഗ്രാമങ്ങൾക്ക് പൊതുവായ പാരമ്പര്യങ്ങളും ഒരു പങ്കുവെച്ച ജീവിത രീതിയിലും ഉണ്ടെന്നും ദുബെ സമ്മതിച്ചു. ഒരു ഗ്രാമത്തിലെ ആളുകൾ സാമ്പത്തികവും സാമൂഹികവും ആചാരപരമായിട്ടുള്ള കടമകൾ കടമപ്പെട്ടിരിക്കുന്നു, ബന്ധിപ്പിച്ചിരിക്കുന്നതാണ്. അവരെ ആ ഒരു ആചാരവും സാമൂഹിക കടമകളാലും ബന്ധിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. W.H. Weiser described village relationship as based on reciprocity, a system where different castes depends on each other. Each person had a role and in return they got a service from others. W.H. Weiser ഗ്രാമബന്ധങ്ങളെ വിവരിച്ചത് പാരസ്പര്യത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. വ്യത്യസ്ത ജാതികൾ പരസ്പരം ആശ്രയിക്കുന്ന ഒരു വ്യവസ്ഥിതി. ജാതികളെ പരസ്പരം ആശ്രയിക്കുന്ന ഒരു വ്യവസ്ഥിതി. ഓരോ വ്യക്തിക്കും ഒരു പങ്കുണ്ട്, പകരം അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് സേവനങ്ങൾ ലഭിക്കുന്നു. പാരസ്പര്യം, അതായത്
റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ജാതികളാണ് എങ്കിൽ പോലും അവർ പരസ്പരം ജീവിക്കുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട്. അവർക്ക് അവരുടേതായ കടമകളുണ്ട്, ആ കടമകളെല്ലാം അവർ നല്ലതുപോലെ നിറവേറ്റുകയും ചെയ്യുന്നുണ്ട്. However, later studies showed that villages were not as united as earlier believed. Some like Paul Hibbert pointed out that caste divisions created deep conflicts. എന്നിരുന്നാലും പിന്നീട് നടന്ന പഠനങ്ങൾ കാണിക്കുന്ന ഗ്രാമങ്ങൾ മുൻപ് വിശ്വസിച്ചിരുന്നത് പോലെ ഐക്യമല്ല എന്നാണ്. ആ ഒരു ഐക്യം ഗ്രാമത്തിൽ ഇല്ല എന്ന് പിന്നീട് കണ്ടെത്തി. പോൾ ഹൈബർട്ടിനെ പോലുള്ള ചിലർ ജാതി വിഭജനം ആഴത്തിലുള്ള സംഘർഷങ്ങൾ സൃഷ്ടിച്ചതായിട്ട് ചൂണ്ടിക്കാട്ടി. Others like Bailey argued that the caste system was not based on fairness but on power, where dominant caste controlled other. Even with these debates, most anthropologists in the 1950s and 1960s continued to believe with the unity reciprocity idea. ബെയ്ലി പോലെയുള്ള മറ്റു ചില ജാതി വ്യവസ്ഥ ന്യായത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും അധികാരത്തിൽ അധിഷ്ഠിതമാണെന്നും അവിടെ പ്രബല ജാതികൾ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നുണ്ടെന്നും വാദിച്ചു. ഈ സംവാദങ്ങൾക്കിടയിലും 1950-കൾ 60-കളിൽ നരവംശ ശാസ്ത്രജ്ഞരായിട്ടുള്ള മിക്ക ആളുകളും ഐക്യ പാരസ്പര്യ ആശയത്തിൽ തന്നെ തുടർന്നിരുന്നു. അതായത് റെസിപ്രോസിറ്റി, നല്ല സൗമ്യപരമായിട്ടുള്ള ജീവിത രീതിയും പരസ്പരം ആശ്രയിച്ച് നല്ല സാഹോദര്യത്തോടു കൂടിയാണ് എല്ലാവരും ജീവിക്കുന്നത് എന്നുള്ള ആശയത്തിൽ തന്നെയാണ് ഒരുപാട് ആൾക്കാർ അന്ന് നിലനിന്നിരുന്നത് എന്നാണ് പറയുന്നത്. അടുത്ത നമ്മുടെ മെയിൻ ഹെഡിങ് വരുന്നത് 3.7 സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ദ വില്ലേജ്, കാസ്റ്റ്, ക്ലാസ് ആൻഡ് ജെൻഡർ. The research questions social anthropologists asked were shaped by the intellectual and historical context they worked in. Early studies of tribal communities used a holistic approach influencing how villages were studied. സാമൂഹിക നരവംശശാസ്ത്രജ്ഞർ ചോദിച്ച ഗവേഷണ ചോദ്യങ്ങൾ അവർ പ്രവർത്തിച്ച ഭൗതികവും ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങളെ രൂപപ്പെട്ടതാണ്. ആദിവാസി സമൂഹങ്ങളെ കുറിച്ചിട്ടുള്ള ആദ്യകാല പഠനങ്ങൾ ഗ്രാമങ്ങളെ എങ്ങനെ പഠിക്കുന്നു എന്നതിനെ സ്വാധീനിക്കുന്ന ഒരു സമഗ്ര സമീപനമാണ് തന്നെയാണ് ഉപയോഗിച്ചത്. Even though these studies focused on kinship, religion, and ritual, they also explored social differences while unity was emphasized. Social inequalities like caste, class, and gender were also important topics. ഈ ഒരു പഠനം ബന്ധുത്വം, മതം, ആചാരങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചെങ്കിലും അവർ സാമൂഹിക വ്യത്യാസങ്ങളും പര്യവേക്ഷണം ചെയ്തിരുന്നു. ഐക്യം ഊന്നി പറയുമ്പോഴും ജാതി, വർഗം, ലിംഗഭേദം തുടങ്ങിയ സാമൂഹിക അസമത്വങ്ങളും പ്രധാന വിഷയങ്ങൾ തന്നെയായിരുന്നു അന്ന് എന്നാണ് പറയുന്നത്. കാസ്റ്റ് സിസ്റ്റം, ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. Caste and hierarchy are key features of Indian society during colonial times. Caste was studied in modern sociological terms and post-independence studies continues this focus. ജാതിയും ശ്രേണിയും ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രധാന സവിശേഷതകളാണ്. കൊളോണിയൽ കാലഘട്ടത്തിൽ ആധുനിക സാമൂഹ്യശാസ്ത്രപരമായ പദങ്ങളിൽ ജാതി പഠിക്കപ്പെട്ടു. സ്വാതന്ത്ര്യാനന്തര പഠനങ്ങൾ ഈ ശ്രദ്ധ തുടങ്ങി. ജാതിയും ശ്രേണിയും അത് തട്ടുതട്ടുകളായിട്ട് തിരിച്ചിട്ടുള്ള ആ ഒരു ശ്രേണിപരമായിട്ടുള്ള അധികാര വിഭജനമൊക്കെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു പഠനത്തിലാണ് അന്ന് സ്വാതന്ത്ര്യാനന്തര ശേഷമുള്ള പഠനങ്ങള് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കാസ്റ്റ് സിസ്റ്റം ഡിവൈഡഡ് പീപ്പിൾ ഇൻ ടു ഗ്രൂപ്സ് ഈച്ച് വിത്ത് സ്പെസിഫിക് ഡ്യൂട്ടീസ്. ദ വർണ്ണ സിസ്റ്റം പ്ലേസ്ഡ് പീപ്പിൾ ഇൻ കാറ്റഗറീസ് ലൈക്ക് ബ്രാഹ്മിൻസ് ആൻഡ് ശൂദ്രാസ്. However, caste was not always fixed and mobility was possible. ജാതി വ്യവസ്ഥകൾ ആളുകളെ ഗ്രൂപ്പുകളായിട്ട് വിഭജിച്ചിരുന്നു. ഓരോരുത്തർക്കും അവരുടെ പ്രത്യേക ചുമതലകളും ഉണ്ടായിരുന്നു. വർണ്ണ സമ്പ്രദായം ആളുകളെ ബ്രാഹ്മണർ, പുരോഹിതന്മാർ, ശൂദ്ര, തൊഴിലാളികൾ എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളാക്കി. എന്നിരുന്നാലും ജാതി എപ്പോഴും നിശ്ചയിച്ചിരുന്നില്ല, ചലനശേഷി സാധ്യമായിരുന്നു. Some believed caste was about heredity, while others like Dube noted that land ownership and local power also played a role in caste system. ചിലർ ജാതി പാരമ്പര്യത്തെ കുറിച്ച് വിശ്വസിച്ചു. മറ്റുള്ളവർ ദുബൈയിലെ പോലെ ഭൂവുടമസ്ഥതയും പ്രാദേശിക അധികാരവും ജാതി പദവിയിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അഭിപ്രായപ്പെടുകയാണ് ചെയ്തത്. ലാൻഡ് ആൻഡ് ക്ലാസിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. ആന്ത്രോപോളജിസ്റ്റ് ഇൻ ദ 1950s and 1960s focused on caste, but land and caste were also important. While caste often influenced land ownership, some studies argued that land ownership was the main factors in social hierarchy. 1950-കളിൽ 1960-കളിലും നരവംശ ശാസ്ത്രജ്ഞർ ജാതി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. എന്നാൽ ഭൂമിയും
വർഗവും അതിൽ പ്രധാനം തന്നെയായിരുന്നു. ജാതി പലപ്പോഴും ഭൂവുടമസ്ഥതയെ സ്വാധീനിക്കുമ്പോൾ ചില പഠനങ്ങൾ സാമൂഹിക ശ്രേണിയിലെ പ്രധാന ഘടകമാണ് ഭൂവുടമസ്ഥതയെന്ന് വാദിക്കുകയാണ് ചെയ്തത്. അതായത് പലപ്പോഴും ഭൂവുടമസ്ഥരായിട്ടുള്ള ആൾക്കാർ ജാതിയിൽ മുന്നിൽ, സാമൂഹിക ശ്രേണിയിൽ മുന്നിൽ നിൽക്കുന്നവരായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നവരായിരുന്നു. അതുകൊണ്ട് ഇത് തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വെൽത്തി ലാൻഡ് ഓണേഴ്സ് were usually from higher caste while lower caste were landless laborers. Still, caste, family and religion remained the main focus in these studies. സമ്പന്നരായിട്ടുള്ള ഭൂവുടമകൾ സാധാരണയായിരുന്നു. ഉയർന്ന ജാതികളിൽ നിന്നുള്ളവരായിരുന്നു അവരെല്ലാം. താഴ്ന്ന ജാതിക്കാർ ഭൂരഹിതരായ തൊഴിലാളികളായിരുന്നു. എപ്പോഴും ജാതി, കുടുംബം, മതം എന്നിവ പഠനങ്ങളിൽ പ്രധാനമായിട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. ജെൻഡർ ഡിഫറൻസസ്. Although the concept of gender was not fully developed in the 1950s and 60s, studies of rural India did consider gender roles. 1950കളിലും 60കളിലും ലിംഗഭേദം എന്ന ആശയം പൂർണ്ണമായി വികസിപ്പിച്ചിട്ടില്ലെങ്കിലും ഗ്രാമീണ ഇന്ത്യയിലെ പഠനങ്ങൾ ലിംഗപരമായ റോളുകളും പരിഗണിച്ചിരുന്നു എന്നാണ് പറയുന്നത്. Most studies showed that men controlled public life while women were confined to the home. Especially in higher caste, women had a favor opportunities to interact with others and were often secluded. പഠനങ്ങൾ കാണിക്കുന്നത് പുരുഷന്മാരാണ് പൊതുജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അതേസമയം സ്ത്രീകൾ വീട്ടിൽ, പ്രത്യേകിച്ച് ഉയർന്ന ജാതികളിൽപ്പെട്ടവർ, ഒതുങ്ങി നിൽക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള അവസരങ്ങൾ കുറവായിരുന്നു. അവർ പലപ്പോഴും ഒറ്റപ്പെട്ടിരുന്നു. താഴ്ന്ന ജാതിക്കാർക്ക്, സ്ത്രീകൾക്ക് വീട്ടുകാര്യങ്ങളായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ അവർക്ക് പൊതുവെ പുറത്തിറങ്ങാനുള്ള അവകാശങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ മുഗൾ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വീടിന് പുറത്തിറങ്ങാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അവർ ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. മറ്റുള്ളവർ അവരെ കാണാൻ പോലും പാടില്ലായിരുന്നു എന്നാണ് പറയുന്നത്. Patriarchy was dominant and men controlled women's sexuality and household decisions. Men's roles were public and economic while women's roles were domestic and private. പുരുഷാധിപത്യം പ്രബലമായിരുന്നു. പുരുഷന്മാർ സ്ത്രീകളുടെ ലൈംഗികതയും ഗാർഹിക തീരുമാനങ്ങളെയും നിയന്ത്രിച്ചിരുന്നു. പുരുഷന്മാരുടെ വേഷങ്ങൾ പൊതുവും സാമ്പത്തികവുമായിരുന്നു. സ്ത്രീകളുടെ വേഷങ്ങൾ ഗാർഹികവും സ്വകാര്യപരമായിരുന്നു. അതിലൊരു ബോക്സ് വരുന്നുണ്ട് കേട്ടോ, 3.3 ഒരു ബോക്സ് ആണ്. ആ ബോക്സിൽ എന്താണ് പറയുന്നതെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. നോട്ട് ഓൾ സോഷ്യോളജിസ്റ്റ് ആൻഡ് ആന്ത്രോപോളജിസ്റ്റ് വ്യൂ ദ വില്ലേജ് ഇൻ ഇന്ത്യ ആസ് എ പീസ്ഫുൾ ആൻഡ് ഐഡിയൽ പ്ലേസ്. സോഷ്യോളജിസ്റ്റ് Dipankar Gupta disagrees with this view. He argues that the village is shrinking as a social reality even though it still exists geographically. എല്ലാ സാമൂഹ്യശാസ്ത്രജ്ഞരെ പോലെ നരവംശ ശാസ്ത്രജ്ഞരും ഇന്ത്യയിലെ ഗ്രാമത്തെ സമാധാനപരവും അനുയോജ്യമായ സ്ഥലമായിട്ട് കണ്ടിരുന്നില്ല. സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ദീപങ്കർ ഗുപ്ത ഈ വീക്ഷണത്തോട് വിയോജിച്ചിരുന്നു. ഭൂമിശാസ്ത്രപരമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു സാമൂഹിക യാഥാർത്ഥ്യമായി ഗ്രാമം ചുരുങ്ങുകയാണെന്ന് അദ്ദേഹം വാദിക്കുകയായിരുന്നു. He pointed out that rural areas are filled with hopelessness unlike urban slums where there is poverty but also hope for change. Gupta notes that many rural institutions like the joint family system and caste hierarchy are weakening. നഗര ചേരികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദാരിദ്ര്യവും മാറ്റത്തിനുള്ള പ്രതീക്ഷയുമുള്ള ഗ്രാമപ്രദേശങ്ങൾ നിരാശയാൽ നിറഞ്ഞിരിക്കുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കൂട്ടുകുടുംബ വ്യവസ്ഥയും ജാതി ശ്രേണിയും പോലെ പല ഗ്രാമീണ സ്ഥാപനങ്ങളും ദുർബലമായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഗുപ്ത രേഖപ്പെടുത്തി. നഗരചേരികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് അവരുടെ പട്ടിണിയാണ് പ്രശ്നം, വേറെ ഒരു പ്രശ്നവുമില്ല. പക്ഷെ അതിനേക്കാളും ദാരിദ്ര്യമായ താഴ്ന്ന അവസ്ഥയാണ് ഗ്രാമങ്ങളിൽ അവിടെ ചേരികൾ തിരിച്ച് ഓരോരുത്തരും വളരെ കഷ്ടപ്പെട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. He references B.R. Ambedkar view on the village as a place of degradation, corruption and more. In the past, people stayed in the village because there were few options outside it. അദ്ദേഹം B.R. അംബേദ്കറിന്റെ ഗ്രാമത്തെ കുറിച്ചുള്ള വീക്ഷണത്തിനെ കുറിച്ച്, ഗ്രാമത്തിന്റെ അധപതനത്തെയും അഴിമതിയുടെയും മറ്റു സ്ഥലമായാണ് B.R. അംബേദ്കറുടെ വീക്ഷണം ഉണ്ടായിരുന്നത്. പണ്ട് ആളുകൾ ഗ്രാമത്തിൽ താമസിച്ചു, കാരണം അതിന് പുറത്ത് ഓപ്ഷനുകൾ കുറവായിരുന്നു. പണ്ട് ആളുകൾ ഗ്രാമത്തിൽ തന്നെയാണ് താമസിച്ചത്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും സഹിച്ചിട്ട് ഗ്രാമത്തിൽ തന്നെയാണ് താമസിച്ചത്. കാരണം പുറത്തോട്ട് പോകാനുള്ള ഓപ്ഷന് എന്തായിരുന്നില്ല അവർക്കുണ്ടായിരുന്നത്. പുറത്തോട്ട് പോകാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നതും ചില സമുദായങ്ങൾക്ക് മാത്രമായിരുന്നു പുറത്തോട്ട് പോകാനുള്ള ഓപ്ഷനുകൾ ഉണ്ടായിരുന്നത്. അടുത്ത നമ്മുടെ മെയിൻ ഹെഡിങ് വരുന്നത് 3.8 ഫീൽഡ് വ്യൂ ആൻഡ് ഫീൽഡ് വർക്ക്.
ഫീൽഡ് വ്യൂവിനെ കുറിച്ചും ഫീൽഡ് വർക്കിനെ കുറിച്ചും എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ദ മെത്തഡ് ഓഫ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ മെയ്ഡ് സോഷ്യോളജി ആന്ത്രപ്പോളജി സ്റ്റഡീസ് ഓഫ് വില്ലേജസ് സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദോസ് ഡൺ ബൈ എക്കണോമിസ്റ്റ് ആൻഡ് ഡെമോഗ്രാഫേഴ്സ്. നിരീക്ഷണ രീതി, അതായത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. സാമൂഹിക നരവംശാസ്ത്രത്തിന്റെ ഗ്രാമങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളെ സാമ്പത്തികവും വിദഗ്ധരും ജനസംഖ്യാ ശാസ്ത്രജ്ഞരും നടത്തിയ പഠനങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നതാണ്. This approach helped anthropology gain credibility in India. It offered a more complete understanding of Indian society compared to book view, which was based on old texts written by upper caste Hindus. The anthropological method was seen as scientific and holistic, focusing on grassroots സോഷ്യൽ ലൈഫ്. ഈ സമീപനം ഇന്ത്യയിൽ നരവംശാസ്ത്രത്തിന് വിശ്വാസ്യത നേടാൻ സഹായിച്ചു. എന്ത്? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷന്. സവർണ ഹിന്ദുക്കൾ എഴുതിയ പഴയ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പുസ്തക കാഴ്ചയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് കൂടുതൽ പൂർണ്ണമായ ധാരണ വാഗ്ദാനം ചെയ്തു. നരവംശാസ്ത്ര രീതി ശാസ്ത്രീയവും സമഗ്രവുമായിട്ട് കാണപ്പെട്ടു. അടിസ്ഥാന സാമൂഹിക ജീവിതത്തിൽ അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. However, field work was not without biases. Anthropologists' own social backgrounds influenced their observations. Their caste, gender, and birth they lived in the village affected their access to information and shaped their relationship with the villagers. എന്നിരുന്നാൽ പോലും ഫീൽഡ് വർക്ക് പക്ഷപാതമില്ലാത്തതായിരുന്നില്ല. നരവംശാസ്ത്രജ്ഞരുടെ സ്വന്തം സാമൂഹിക പശ്ചാത്തലം അവരുടെ നിരീക്ഷണങ്ങളെ സ്വാധീനിച്ചിരുന്നു. അവരുടെ ജാതി, ലിംഗഭേദം, ഗ്രാമത്തിൽ അവർ താമസിക്കുന്ന സ്ഥലം എന്നിവ അവരുടെ വിവരങ്ങളിലേക്കുള്ള പ്രവേശനത്തെ ബാധിക്കുകയും ഗ്രാമവാസികളുമായിട്ടുള്ള അവരുടെ ബന്ധം രൂപപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഫോർ എക്സാമ്പിൾ, ആന്ത്രപ്പോളജിസ്റ്റ് ഓഫ്റ്റൻ ലിവ്ഡ് ഇൻ ദ ഹോംസ് of upper caste families, which gave them easier access to certain groups but limited their interactions with the lower caste. Some, like Beteli, were identified as Brahmins by villagers, limiting their access to non-Brahmins groups. ഉദാഹരണത്തിന്, നരവംശാസ്ത്രജ്ഞർ പലപ്പോഴും ഉയർന്ന ജാതി കുടുംബങ്ങളുടെ വീടുകളിലാണ് താമസിച്ചിരുന്നത്. ഇത് അവർക്ക് ചില ഗ്രൂപ്പുകളിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം നൽകിയെങ്കിലും താഴ്ന്ന ജാതികളുമായിട്ടുള്ള അവരുടെ ഇടപെടലുകൾ പരിമിതപ്പെടുത്തി. അവരുടെ കൂടെ ഇടപഴകുമ്പോൾ പിന്നെ ഇവരുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനത്തെ തൊട്ടുകൂടായ്മ നിലനിന്നിരുന്നല്ലോ നമ്മുടെ നാട്ടില്. ബ്രാഹ്മണേതര ഗ്രൂപ്പുകളിലേക്കുള്ള അവരുടെ പ്രവേശനം പരിമിതപ്പെടുത്തി. ബെറ്റലിയെ പോലുള്ള ചിലരെ ഗ്രാമവാസികൾ ബ്രാഹ്മണരായിട്ട് തിരിച്ചറിഞ്ഞിരുന്നു. അതായത് ചില വെളുത്തവരാണ് ബ്രാഹ്മണർ എന്നുള്ള ചിന്ത അന്ന് നിലനിന്നിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു ശാസ്ത്രജ്ഞരൊക്കെ ഫോറിനേഴ്സ് അല്ല, അപ്പൊ അവർ വെളുത്തിട്ടാണ്. അപ്പോൾ അവരൊക്കെ ബ്രാഹ്മണന്മാരാണ് എന്നാണ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കൂടെ അവരെ ജീവിക്കാൻ അനുവദിക്കും. പക്ഷെ മറ്റു കാശുകളിലേക്ക് അവർക്ക് പോകാനുള്ള ഒരു പ്രവേശനം ഉണ്ടായി. കാരണം ഇവരുടെ കൂടെ ജീവിക്കുന്നുണ്ട്, അവരുടേതിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരുടേക്കും ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് അതൊരു തടസ്സമായിരുന്നു. ഈ വലിയ ബ്രാഹ്മണ കുടുംബത്തിൽ ജീവിക്കുന്ന ആ ഒരു പ്രശ്നം തടസ്സമായിരുന്നു എന്നാണ് പറയുന്നത്. Despite these challenges, some anthropologists choose to focus on lower caste group to understand their experience of the caste system. ഈ വെല്ലുവിളികൾക്കിടയിലും ചില നരവംശാസ്ത്രജ്ഞർ എന്ത് ചെയ്തു? ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് താഴ്ന്ന ജാതി വിഭാഗങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു. Mencher, for example, spent time with Harijans and found that they viewed the caste systems in terms of power and exploitation. However, it was not until later, with the rise of the Dalit movement, that more attention was given to politics and power of caste relationships. ഉദാഹരണത്തിന്, മെഞ്ചർ ഹരിജനങ്ങളുമായിട്ട് സമയം ചെലവഴിക്കുകയും അവരുടെ ജാതി വ്യവസ്ഥ അധികാരത്തിന്റെയും ചൂഷണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് വീക്ഷിക്കുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്നിരുന്നാൽ പോലും പിന്നീട് ദളിത് പ്രസ്ഥാനത്തിന്റെ ഉദയത്തോടെ ജാതി ബന്ധങ്ങളുടെ രാഷ്ട്രീയത്തിലും ശക്തിയിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തപ്പെടുകയും ചെയ്തു. അടുത്തത് ഏറ്റവും ലാസ്റ്റത്താണ് നമ്മൾ പറയുന്നത് 3.9 കൺക്ലൂഷൻ ആണ്. ദ സ്റ്റഡീസ് ഓഫ് ഇന്ത്യൻ വില്ലേജേഴ്സ് ബൈ സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റ് ഇൻ ദ 1950s and 1960s were an important milestones in Indian social science. These studies focused mainly on social and ritual life, but also provided insight into practical and economic aspect of rural society. 1950-കളിലും 60-കളിലും സാമൂഹിക നരവംശ ശാസ്ത്രജ്ഞർ ഇന്ത്യൻ ഗ്രാമങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ ഇന്ത്യൻ സാമൂഹ്യശാസ്ത്രത്തിന്റെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. ഈ പഠനങ്ങൾ പ്രധാനമായും സാമൂഹികവും അനുഷ്ഠാനപരമായിട്ടുള്ള ജീവിതത്തെ കേന്ദ്രീകരിച്ചാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഗ്രാമീണ സമൂഹത്തിന്റെ
രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള വശങ്ങളിലേക്കുള്ള ഉൾക്കാഴ്ചകൾ ഇത് നൽകുകയും ചെയ്തു. They challenged to colonial stereotype of the village as isolated. The study showed that Indian villages were connected to the broader economy even before colonial rule. They also highlighted regional differences in how villages life was organized. ഒറ്റപ്പെട്ട ഗ്രാമത്തിൻ്റെ കൊളോണിയൽ സ്റ്റീരിയോടൈപ്പിനെ അവർ വെല്ലുവിളിച്ചു. കൊളോണിയൽ ഭരണത്തിന് മുൻപ് തന്നെ ഇന്ത്യൻ ഗ്രാമങ്ങൾ വിശാലമായ സമ്പദ് വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിരുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചു. ഗ്രാമജീവിതം എങ്ങനെ ക്രമീകരിച്ചു എന്നതിലെ പ്രാദേശിക വ്യത്യാസങ്ങളും അവർ എടുത്തു കാട്ടുകയുണ്ടായി. The study also offered a alternative to the book view of India created by Indologists, showed that the caste system in practice was not as rigid as described in ancient texts. പ്രാചീന ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നത് പോലെ പ്രായോഗികമായ ജാതി വ്യവസ്ഥ കർക്കശമായിരുന്നില്ല എന്ന് കാണിക്കുന്ന ഇൻഡോളജിസ്റ്റുകൾ സൃഷ്ടിച്ച ഇന്ത്യയുടെ പുസ്തക വീക്ഷണത്തിന് ഒരു ബദൽ പഠനങ്ങൾ സംവിധാനം ചെയ്യുകയായിരുന്നു ഈ ഒരു പാർട്ടിസിപ്പൻ്റ് മെത്തേഡിലൂടെ അവർ ചെയ്തത്. ആ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്ന പോലെയുള്ള കാര്യങ്ങളായിരുന്നില്ല റിയൽ ലൈഫിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. While caste remained important, it was not a completely closed system. The study introduced concepts like Sanskritization and dominant caste, which helped explain the complexities of caste in villages. ജാതി പ്രധാനമായി നിലകൊള്ളുമ്പോൾ അത് പൂർണ്ണമായും അടഞ്ഞ ഒരു സംവിധാനം ആയിരുന്നില്ല. പഠനങ്ങൾ സംസ്കൃതവൽക്കരണം, ആധിപത്യ ജാതി തുടങ്ങിയ ആശയങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഇത് ഗ്രാമങ്ങളിലെ ജാതിയുടെ സങ്കീർണതകളെ വിശദീകരിക്കാൻ സഹായിക്കുകയും ചെയ്തു. However, there were limitations to those studies. The method of participant observation required anthropologists to gain acceptance in the village, often by aligning with the dominant caste group. എന്നിരുന്നാലും ഈ പഠനങ്ങൾക്ക് പരിമിതികളുണ്ടായിരുന്നു. പങ്കെടുക്കുന്ന നിരീക്ഷണ രീതിക്ക് ഗ്രാമത്തിൽ സ്വീകാര്യം നേടുന്നതിന് നരവംശാസ്ത്രജ്ഞർക്ക് ആവശ്യമായിരുന്നു. പലപ്പോഴും പ്രബല ജാതി ഗ്രൂപ്പുകളുമായിട്ട് യോജിച്ച് പോവാൻ കഴിയുമായിരുന്നില്ല. This made their account conservative and limited their access to lower caste perspectives. Anthropologists also tended to focus on social structures rather than changes or conflicts in rural society influenced by the professional traditions of the time. ഇത് അവരുടെ അക്കൗണ്ടുകളെ യാഥാസ്ഥിതികമാക്കുകയും താഴ്ന്ന ജാതി വീക്ഷണങ്ങളിലേക്കുള്ള അവരുടെ പ്രവേശനത്തെ പരിമിതപ്പെടുത്തുകയും ചെയ്തു. നരവംശാസ്ത്രജ്ഞരും അക്കാലത്തെ പ്രൊഫഷണൽ പാരമ്പര്യങ്ങളെ സ്വാധീനിക്കപ്പെട്ട ഗ്രാമീണ സമൂഹങ്ങളിലെ മാറ്റങ്ങളെക്കാളും സംഘർഷങ്ങളെക്കാളും സാമൂഹിക ഘടനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്തത്. അക്കാലത്തെ പ്രൊഫഷണൽ ആയിട്ടുള്ള പാരമ്പര്യങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഗ്രാമീണ സമൂഹത്തിലെ മാറ്റങ്ങളെക്കാളും സംഘർഷങ്ങളെക്കാളും എല്ലാം അവരെന്താണ് സാമൂഹിക ഘടനയിലാണ് കേന്ദ്രീകരിച്ച് ജാതി വ്യവസ്ഥയിലും വരേണ്യവർഗത്തിൻ്റെ പീഡനങ്ങൾ അനുഭവിക്കുന്ന താഴ്ന്ന ജാതിയെക്കുറിച്ചും അതുപോലെ ശ്രേണിപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയായിരുന്നു അന്നത്തെ സാമൂഹ്യശാസ്ത്രജ്ഞർ പ്രധാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാരണം അത് ഭയങ്കരമായിട്ട് നിലനിന്നിരുന്നെന്ന് നമ്മൾ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മുടെ ഇന്ത്യയിൽ അത്രയും ജാതിപരമായിട്ടുള്ള തൊട്ടുകൂടായ്മയും തീണ്ടകൂടായ്മയും നിലനിന്നിരുന്നുള്ളൂ. അപ്പോൾ പുറത്തുനിന്ന് വന്ന ഏതൊരാൾക്കും ആദ്യം കണ്ണിൽ കാണുന്നത് അതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. കാരണം അത്രയും പഠനങ്ങൾ അർഹിക്കുന്ന അത്രയും വിശാലമായിട്ടുള്ള ഒന്നായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ മേജറായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. പ്രൊവൈഡ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ എമർജൻസ് ഓഫ് വില്ലേജ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ, general context in which the village studies were undertaken, explain the how and why sociologists, social anthropologists choose this field of study, discuss why the study of villages in India came to gain importance, outline the general features of the village, the social structure of the village which involves the description of caste, class and gender as significant aspect of the family, explain the nature of the field view and the field work done by the sociologist or social anthropologist. ഇത്രയും ഒബ്ജക്റ്റീവ്സ് ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ യൂണിറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.